വെൽക്കം സ്റ്റുഡൻസ്. ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് RMS വാല്യൂ ഓഫ് ഓൾട്ടർനേറ്റിംഗ് കറണ്ട് ഓർ റൂട്ട് മീൻ സ്ക്വയർ വാല്യൂ ഓഫ് ഓൾട്ടർനേറ്റിംഗ് കറണ്ട്. ഒരു DC കറണ്ടിനെ സംബന്ധിച്ചിടത്തോളം നമുക്കതിനെ ഈസി ആയിട്ട് മെഷർ ചെയ്യാനായിട്ട് പറ്റും. എങ്ങനെ നമുക്ക് AC-യെ മെഷർ ചെയ്യാൻ പറ്റും? കാരണം എന്താണെന്ന് വെച്ചാൽ AC-യുടെ മാഗ്നിറ്റ്യൂഡ് അതുപോലെ തന്നെ ഡയറക്ഷൻ അതെന്താണ് കണ്ടിന്യൂസ് ആയിട്ട് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലേ. ഇപ്പോൾ വോൾട്ട്മീറ്റർ അമ്മീറ്റർ വെച്ചിട്ട് നമുക്ക് AC മെഷർ ചെയ്യാനായിട്ട് പറ്റത്തില്ല. കാരണം ഇങ്ങനെയുള്ള വോൾട്ട്മീറ്ററിലൊക്കെ തന്നെ കോയിലുണ്ട്. ആ കോയിലൊക്കെ വർക്ക് ചെയ്യുന്നത് അല്ലെങ്കിൽ അതൊരു മാഗ്നറ്റിക് എഫക്റ്റിൻ്റെ ബേസിലാണ് അതൊക്കെ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമ്മുടെ AC എന്ന് പറയുന്നത് 50 ഹെർട്സ് അല്ലേ. ഒരു സൈക്കിൾ എന്ന് പറയുന്നത് നമുക്കറിയാം, ഇതാണൊരു സൈക്കിൾ എന്ന് പറയുന്നത് അല്ലേ. ഈ ഒരു സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യാൻ എടുക്കാനുള്ള ടൈമാണ് T എന്ന് പറയുന്നത്. അപ്പോൾ ഒരു സെക്കൻഡിൽ എത്രമാത്രം സൈക്കിൾ അല്ലെങ്കിൽ ആ നമ്പർ ഓഫ് സൈക്കിൾസ് ആണ് ഫ്രീക്വൻസി F എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മുടെ ഇന്ത്യയിലൊക്കെ ആണെങ്കിൽ ഫ്രീക്വൻസി ഓഫ് AC എന്ന് പറഞ്ഞാൽ 50 ഹെർട്സ് ആണ്. അപ്പോൾ ഒരു സെക്കൻഡിൽ 50 നമ്പർ ഇതുപോലുള്ള സൈക്കിൾസ് നമുക്ക് തരുന്നു എന്നാണ് അതിൻ്റെ മീനിങ്. അപ്പോൾ അതിൻ്റെ ആകെയുള്ള ഒരു എഫക്റ്റ് എന്ന് പറഞ്ഞാൽ ആ കോയിൽ, നമ്മുടെ മീറ്ററിലുള്ള കോയിൽ എന്താണ്, അത് മൂവ് ചെയ്യാതെ സീറോയിൽ തന്നെ നിൽക്കും. കാരണം അത്രമാത്രം അത് എന്താണ് കുറഞ്ഞ സമയത്ത് അത്രയും ഫ്രീക്വൻസിയല്ലേ ഇത് വരുന്നത്. അതുകൊണ്ട് തന്നെ അത് സീറോയിൽ നിന്ന് മൂവ് ചെയ്യാതെ നിൽക്കും. അത് മാത്രമല്ല ഈ മീറ്ററൊക്കെ റീഡ് ചെയ്യുന്നത് ആവറേജ് വാല്യൂ ആണ്. പക്ഷേ AC-യുടെ കേസിലാണെങ്കിൽ ആവറേജ് വാല്യൂ എന്ന് പറയുന്നത് 0 ആണ്. നമ്മൾ ഓൾറെഡി കണ്ടു, ഒരു സൈക്കിൾ ഒരു ഡയറക്ഷൻ ഇങ്ങനെയാണ്, മറ്റേ ഡയറക്ഷൻ ഈ ഒരു രീതിയിൽ ഓപ്പോസിറ്റ് ഡയറക്ഷനും കൂടി വരുന്നത് കൊണ്ട് ആവറേജ് വാല്യൂ ഓഫ് ദി AC ഫോർ എ ഫുൾ സൈക്കിൾ എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ വൺ സൈക്കിൾ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് 0. സോ നമുക്ക് AC കറണ്ടിനെ നമുക്ക് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് ഡയറക്ഷനെ ഡിപ്പെൻഡ് ചെയ്യാത്ത ഏതെങ്കിലും ഒരു എഫക്റ്റ് വെച്ചിട്ട് വേണം ഇതിനെ മെഷർ ചെയ്യാനായിട്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു എഫക്റ്റ്, അതിന് ഏറ്റവും പറ്റിയതാണ് ഹീറ്റിംഗ് എഫക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഹീറ്റിംഗ് എഫക്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഇപ്പോൾ ഇവിടെ ഒരു റെസിസ്റ്റൻസ് എന്തെങ്കിലും ഉണ്ടെന്ന് വിചാരിക്കുക, ഒരു സർക്യൂട്ട് റെസിസ്റ്റൻസ്. അപ്പോൾ ഇതിലൂടെ നമ്മളൊരു കറണ്ട് കടത്തി വിടുന്നുണ്ടെങ്കിൽ എന്താണ്, ഈ ഒരു റെസിസ്റ്റൻസിന് ഒരു ഹീറ്റിംഗ് എഫക്റ്റ് ഉണ്ടാകും അല്ലെ, ഒരു ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യും. നമ്മുടെ ഇവിടെയൊക്കെ എന്താണ് വീടുകളിൽ അയൺ ബോക്സ് ഒക്കെ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ അതൊക്കെ ഹീറ്റിംഗ് എഫക്റ്റ് മൂലമാണ്. സോ ഇവിടെ ഉണ്ടാകുന്ന ഹീറ്റിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് I²RT ആയിരിക്കും. I²RT ആണ് ഹീറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ ഒരു സർക്യൂട്ടിൽ കൂടെ ഒരു AC കറണ്ടാണ്, നമ്മൾ ഒരു AC സോഴ്സ് കൊടുത്തു, ഒരു AC കറണ്ടാണ് ഇതിൽ കൂടി കടത്തി വിടുന്നതെന്ന് വിചാരിക്കാം. സോ ഇതിന് ഒരു 5 മിനിറ്റ് എടുക്കുമെന്ന് വിചാരിക്കാം. അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹീറ്റ് ഒരു 10 ഡിഗ്രി സെൽഷ്യസ് ആണെന്ന്, ഇത് ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയുന്നതാണ് കേട്ടോ. ഒരു AC കറണ്ട് കൊടുത്തു, ഒരു 5 മിനിറ്റ് കൊണ്ട് 10 ഡിഗ്രി സെൽഷ്യസ് ഹീറ്റ് അവിടെ പ്രൊഡ്യൂസ് ചെയ്തെന്ന് വിചാരിക്കാം. ഇനി ഇവിടെ നമ്മളിനി AC മാറ്റിയിട്ട് ഒരു DC സപ്ലൈ കൊടുക്കുന്നു വിചാരിക്കും. ഒരു DC ആണ് കൊടുക്കുന്നത്. ഇതേ 5 മിനിറ്റിൽ തന്നെ ഇവിടെ 10 ഡിഗ്രി സെൽഷ്യസ് ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യണം. അതിന് എത്രമാത്രം DC കറണ്ട് നമ്മൾ കൊടുത്തു, അപ്പോൾ രണ്ട് ഈക്വലൻ്റ് ആയല്ലോ. ഒരു AC കറണ്ട് കൊടുത്തു, ആ AC കറണ്ട് എത്രമാത്രം ഹീറ്റ് ഒരു പെർട്ടിക്കുലർ ടൈമിൽ ഇത്ര ഹീറ്റിംഗ് എഫക്റ്റ് അവിടെ പ്രൊഡ്യൂസ് ചെയ്തു, അത്രയും ഹീറ്റിംഗ് എഫക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ, ആ സമയത്തിനുള്ളിൽ പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ എത്രമാത്രം DC കറണ്ട് നമ്മളവിടെ അപ്ലൈ ചെയ്ത് കൊടുക്കണം. അപ്പോൾ AC-ക്ക് ഈക്വലൻ്റ് ആയിട്ടുള്ള ഒരു DC കറണ്ട് നമുക്ക് കിട്ടി. അതിനെയാണ് നമ്മൾ RMS വാല്യൂ ഓഫ് ദി ഓൾട്ടർനേറ്റിംഗ് കറണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് AC കറണ്ട് മെഷർ ചെയ്യാം. അപ്പോൾ എത്രയാണ് AC കറണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ DC-യുടെ വാല്യൂ പറഞ്ഞാൽ മതി, അതായത് RMS വാല്യൂ പറഞ്ഞാൽ മതി. അപ്പം നമുക്ക് എത്രയാണ് കറക്റ്റായിട്ടുള്ള AC എത്രയാണ്, അല്ലെങ്കിൽ കറക്റ്റായിട്ടുള്ള എമൗണ്ട് എത്രയാണെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഒരു കുറച്ചും കൂടി മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒരു എക്സാമ്പിളും കൂടി പറയാം. അതായത് ഇപ്പോൾ നമ്മളൊരു വാട്ടർ ബോയിൽ ചെയ്യുമെന്ന് വിചാരിക്കാം. വാട്ടർ ബോയിൽ ചെയ്യുന്നു, ഒരു 30 മിനിറ്റ് കൊണ്ട് നമുക്ക് കുറച്ച് വാട്ടർ ബോയിൽ ചെയ്യണം. അപ്പോൾ നമ്മളവിടെ കൊടുത്തിരിക്കുന്ന AC എന്ന് പറയുന്നത്, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ AC കറണ്ട് നമ്മൾ കൊടുക്കുന്നു. AC കൊടുത്തതിന് ശേഷം ഇപ്പോൾ ഒരു 0 to 10 വേരി ചെയ്യുന്ന ഒരു വോൾട്ടേജാണ് അവിടെ കൊടുത്തതെന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പോൾ അത് വെച്ചിട്ട് ഒരു വാട്ടർ 30 മിനിറ്റ് കൊണ്ട് ബോയിൽ ചെയ്യുന്നു. ഇനി നമ്മൾ ഇതേ എമൗണ്ട് ഓഫ് വാട്ടർ നമ്മൾ മറ്റൊരു ഇതിലെടുക്കുന്നു. അപ്പോൾ ഈ 30 മിനിറ്റ് കൊണ്ട് നമുക്ക് ഈ സെയിം എമൗണ്ട് ഓഫ് വാട്ടർ ബോയിൽ ചെയ്യണം. അതിന് വേണ്ടി എത്ര DC കൊടുക്കുന്നു എന്ന് വിചാരിക്കുക. ആദ്യം നമ്മൾ AC കൊടുത്തു, രണ്ടാമെന്താണ് DC കൊടുത്തു. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു 8 ആംപിയർ കൊടുക്കുമ്പോഴാണ് ഈ 30 മിനിറ്റ് കൊണ്ട് ഈ വാട്ടർ ബോയിൽ ചെയ്യുന്നതെന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പോൾ ഇതെന്താണ്, ഈക്വലൻ്റ് ആണല്ലേ. 0 to 10 വേരി ചെയ്യുന്ന AC-ക്ക് ഈക്വലൻ്റ് ആണ് ഈ 8 ആംപിയർ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ശരിക്കും ഇതിനെ എങ്ങനെ പറയാം, റൂട്ട് മീൻ സ്ക്വയർ അല്ലെങ്കിൽ RMS വാല്യൂ ഓഫ് ദി ഓൾട്ടർനേറ്റിംഗ് കറണ്ട് ഈസ് ദാറ്റ് ഡയറക്റ്റ് കറണ്ട് വിച്ച്
would produce heat in a given resistance at the same rate as the alternating current. അപ്പോൾ AC പ്രൊഡ്യൂസ് ചെയ്യുന്ന അതേ സെയിം ഹീറ്റിംഗ് എഫക്റ്റ് തന്നെ ഈ എത്ര എമൗണ്ട് ഡി സി കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നു ആ എമൗണ്ടിനെയാണ് നമ്മൾ RMS വാല്യൂ ഓഫ് ദി ഓൾട്ടർനേറ്റിംഗ് കറണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ ശരിക്കും RMS വാല്യൂ ഓഫ് ദി AC എന്ന് പറഞ്ഞാൽ അതെന്താണ്, ഡി സിയുടെ വാല്യൂ ആണ് അല്ലേ. അപ്പോൾ നമുക്ക് നോക്കാം, അതിൻ്റെ ഡെറിവേഷൻ പാർട്ടിലേക്ക് കിടക്കാം. Q എന്ന് പറയുന്നത് ഹീറ്റിംഗ് എഫക്റ്റ്, ഒരു റെസിസ്റ്റൻസിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹീറ്റിംഗ് എഫക്റ്റ് ആണെന്ന് വിചാരിക്കുക, ഹീറ്റാണെന്ന് വിചാരിക്കുക. സോ Q ഇസ് ഈക്വൽ ടു IDC² RT. ദെൻ ഇവിടെ ഈ Q എന്ന് പറയുന്നത് എന്താണ്, AC അപ്ലൈ ചെയ്യുമ്പോഴാണ്, അതായത് ഇൻ്റഗ്രൽ 0 to T I² RDT. ഇപ്പോൾ ഈ കേസിൽ നമുക്ക് സൈനും കോസിൻ്റെ ഒന്നും ആവശ്യമില്ല, കാരണം ഡയറക്റ്റ് കറണ്ടാണ്. ഇവിടെ നമുക്ക് വരുന്നത് എന്താണ്, ഒരു സൈക്കിളായിട്ടാണ് വരുന്നതല്ലേ. സോ ഈ ഒരു ഫുൾ സൈക്കിളാണ് T എന്ന് പറയുന്നത്. അതുകൊണ്ട് ഈ ഒരു ഫുൾ സൈക്കിളിൻ്റെ കേസ് നമ്മൾ എടുക്കണം. അതുകൊണ്ടാണ് ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത്, ഇൻ്റഗ്രൽ 0 to T I² RDT എന്ന് കൊടുക്കുന്നത്. ഇനി ഈ രണ്ടും സെയിം ഹീറ്റിംഗ് എഫക്റ്റ് ആണെന്ന് വിചാരിക്കുക. അപ്പോൾ അതിന് രണ്ടിനെയും ഞാൻ ഇക്വേറ്റ് ചെയ്യുന്നു. IDC² RT is equal to integral 0 to T I² RDT. അപ്പോൾ ഇതിനെ I എന്ന് പറയുന്നത് നമുക്കറിയാം, I നമുക്ക് എങ്ങനെ എഴുതാം, I is equal to I0 sin omega T എന്ന് എഴുതാനായിട്ട് പറ്റുമല്ലേ. അപ്പോൾ I² എന്ന് പറഞ്ഞാൽ എന്ത് എഴുതാം, I0² sin² omega T എന്ന് എഴുതാം. അപ്പോൾ I² പകരം ഞാൻ I0² R sin² omega T dt എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ഇനി I0 എന്ന് പറയുന്നത് പീക്ക് വാല്യൂ ആണ്, R is the resistance. ഇനി ഈ ആറും കൂടി ഞാൻ ക്യാൻസൽ ചെയ്യുന്നു, ഈ ടിയെ ഞാനിവിടെ കൊണ്ടുവരുന്നു. സോ IDC² is equal to 1/T. ഈ ഒരു വാല്യൂ ശ്രദ്ധിക്കുക, IDC² is equal to 1/T I0² integral 0 to T sin² omega T dt. ഇവിടെ ഈ I0² sin² omega T sin² omega T എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താണ്, ഈ I² ആണല്ലേ. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ എന്താ എഴുതിയിരിക്കുന്നത്, 1/T ഇൻ്റഗ്രൽ I² dt എന്നാണ് എഴുതിയിരിക്കുന്നത്. എന്ന് വെച്ചാൽ എന്താണ്, 1/T ഇൻ്റഗ്രൽ 0 to T I² dt എന്നാണ് എഴുതിയിരിക്കുന്നത്. എന്ന് വെച്ചാൽ ആവറേജ് വാല്യൂ ഓഫ് I² ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്, ആവറേജ് വാല്യൂ ഓഫ് I². എനിവേ IDC, ഇനി ഇതിനെ ജസ്റ്റ് ഒരു സബ്സ്റ്റിറ്റ്യൂഷനൊക്കെ ഒന്ന് കൊടുക്കുകയാണ്. ഇപ്പോൾ sin² omega Tക്ക് പകരം 1 minus cos 2 omega T ഡിവൈഡഡ് ബൈ 2, 1 minus cos 2 omega T by 2 എന്ന സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുകയാണ്. ഇവിടെ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ ഈ ഒരു പാർട്ട് ശരിക്കും പറഞ്ഞാൽ അത് 0 ആയി പോകും. ഇവിടെ 1/2നെ ഞാൻ ഇവിടെ എടുക്കുന്നു. ഇനി ഇൻ്റഗ്രൽ 0 to T 1 dt അല്ലേ, dt എന്ന് പറഞ്ഞാൽ T നമുക്ക് കിട്ടും. അത് കിട്ടിക്കഴിഞ്ഞിട്ട് ഇത് രണ്ടും ക്യാൻസൽ ആകുന്നു. ബാക്കി IDC² is equal to I0² by 2 or IDC is equal to I0 divided by √2 എന്ന് എഴുതാൻ പറ്റും. ഈ IDC ആണ് ശരിക്കും എന്താണ് പറയുന്നത്, IRMS is equal to I0 by √2. അപ്പോൾ √2ന് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന വാല്യൂ എന്താണ്, 0.707 I0. അല്ലെങ്കിൽ ഈ 0 ആണെങ്കിൽ, ഈ RMS ആണെങ്കിൽ നമുക്ക് എന്ത് എഴുതാൻ പറ്റും, E0 by √2. അപ്പോൾ എന്താണ് 0.707 E0 എന്ന് എഴുതാൻ പറ്റും. അതായത് പീക്ക് വാല്യൂവിൻ്റെ 0.707 ആണ് ഈ IRMS എന്ന് പറയുന്നത്. അതായത് ഇതാണ് നമ്മുടെ വാല്യൂ എന്ന് വിചാരിക്കുക. ഇപ്പോൾ പീക്ക് വാല്യൂ 10 ആണെന്ന് വിചാരിക്കുക, I0 എന്ന് പറയുന്നത് 10, ഒരു എക്സാമ്പിളായിട്ട് പറയുന്നതാണ്. അപ്പോൾ ഇവിടെ IRMS എന്ന് പറഞ്ഞാൽ എന്താണ്, 0.707 ഇൻറ്റു 10 വരും. അപ്പോൾ എത്ര വരും, 7.07 വരും അല്ലേ. അപ്പോൾ ഏകദേശം ഇതാണ് IRMS എന്ന് പറയുന്നത്, 7.07. ഇപ്പോൾ പീക്ക് വാല്യൂ അല്ല. അപ്പോൾ ഞാൻ നമ്മുടെ ഡൊമസ്റ്റിക് സപ്ലൈയിലൊക്കെ അല്ലേ, നമുക്ക് ഇന്ത്യയിൽ അവൈലബിൾ ആയിട്ടുള്ള ഇത് വോൾട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്, ഡൊമസ്റ്റിക് സപ്ലൈയിലൊക്കെ എന്താ പറയുന്നത്, 220 വോൾട്ട് 50 ഹെർട്സ് എന്ന് എപ്പോഴും പറയാണ്ടല്ലേ. ഈ 220 വോൾട്ട് എന്താണ്, ശരിക്കും 220 വോൾട്ട് എന്ന് പറഞ്ഞാൽ RMS വാല്യൂ ആണ് പറയുന്നത്. അപ്പോൾ RMS വാല്യൂ ആണ്, ഇപ്പോൾ ഈ RMS അല്ലെങ്കിൽ VRMS ആണ് 220 വോൾട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ശരിക്കും ഇതിൻ്റെ പീക്ക് വാല്യൂ 220 വോൾട്ടാണോ, അതായത് ഇങ്ങനെയാണ് വരുന്നത്, ഇതായിരിക്കും 220 വോൾട്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ പീക്ക് വാല്യൂ എന്താണ്, പീക്ക് വാല്യൂ കണ്ടുപിടിക്കാനായിട്ട് നമുക്കറിയാം VRMS അല്ലെങ്കിൽ ERMS എന്ന് പറഞ്ഞാൽ V0 by √2 ആണ്. ഈ പീക്ക് വാല്യൂ V0 എന്താണ്, V0 is equal to √2 ഇൻറ്റു VRMS. √2 ഇൻറ്റു VRMS എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് ഏകദേശം 311
വോൾട്ടാണ്. അപ്പോൾ ശരിക്കും എ സിയുടെ ഇതിൻ്റെ പീക്ക് ടു പീക്ക് വാല്യൂ എന്ന് പറഞ്ഞാൽ ഇത് 311 വോൾട്ട്, ഇവിടെ വരുന്നത് -311 വോൾട്ട്. അപ്പോൾ വളരെ കൂടിയ പീക്ക് എന്ന് പറഞ്ഞാൽ വളരെ കൂടിയതാണ് അല്ലേ. നമ്മൾ 220 വോൾട്ട് എന്ന് പറഞ്ഞാലും ശരിക്കും പറഞ്ഞാൽ ആ എ സി വോൾട്ടേജിൻ്റെ പീക്ക് എന്ന് പറഞ്ഞാൽ 311 വോൾട്ടാണ്. സോ 220 വോൾട്ട് എ സി എന്ന് പറയുന്നത്, ഇപ്പോൾ ക്വസ്റ്റ്യൻ ഇതാണ്, ഇപ്പോൾ 220 വോൾട്ട് എ സി ആണോ അല്ലെങ്കിൽ 220 വോൾട്ട് ഡി സി ആണോ മോർ ഡേഞ്ചറസ് എന്ന് ചോദിച്ചാൽ ഇതാണ് 220 വോൾട്ട് എ സി ആണ് കൂടുതൽ ഡേഞ്ചറസ് എന്ന് പറഞ്ഞാൽ. കാരണം 220 വോൾട്ട് എ സി എന്ന് പറഞ്ഞാലും അതിൻ്റെ ഈ വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്, ശരിക്കും പറഞ്ഞാൽ ഇതൊരു RMS വാല്യൂ ആണ്. അതിൻ്റെ പീക്ക് വരുമ്പോഴത്തേക്കും 311 വോൾട്ട് വരും. സോ 220 വോൾട്ട് എ സി ഈസ് മോർ ഡേഞ്ചറസ് ദാൻ 220 വോൾട്ട് ഡി സി. ഇനി നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ കിടക്കുന്ന റൂട്ട് മീൻ സ്ക്വയർ വാല്യൂവിൻ്റെ ഇക്വേഷൻ ഒന്നുകൂടി ഒന്ന് ഞാൻ പറയുകയാണ്. ഇപ്പം ഞാൻ കൊടുത്തിരിക്കുന്ന രീതി തന്നെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. എന്നാൽ ഇവിടെ ആദ്യം കണ്ടിരിക്കുന്നത് ആവറേജ് വാല്യൂ ഓഫ് ദി ഐ സ്ക്വയർ ഓവർ എ കംപ്ലീറ്റ് സൈക്കിളാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നപ്പോൾ അതുണ്ടായിരുന്നു അല്ലേ. ഇവിടെ കൊടുത്തിരിക്കുന്ന റൂട്ട് മീൻ സ്ക്വയർ വാല്യൂ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദി സ്ക്വയർ റൂട്ട് ഓഫ് മീൻ ഓഫ് ഐ സ്ക്വയർ ഡ്യൂറിങ് എ കംപ്ലീറ്റ് സൈക്കിൾ. എന്നിട്ട് ആവറേജ് വാല്യൂ ഓഫ് ഐ സ്ക്വയർ ഓവർ എ കംപ്ലീറ്റ് സൈക്കിൾ കാണുകയാണ് ഈ രീതിയിൽ. നമ്മൾ നേരത്തെ ഹാഫ് സൈക്കിൾ കണ്ടായിരുന്നു അല്ലേ, ഐ മീൻ എന്ന് പറഞ്ഞാൽ ഹാഫ് സൈക്കിൾ. ഇവിടെ നമ്മൾ ഐ സ്ക്വയറാണ് കാണുന്നത്. അപ്പോൾ ഐ സ്ക്വയർ കാണുമ്പം എന്തായാലും അതിനൊരു പെർട്ടിക്കുലർ വാല്യൂ കാണുമല്ലോ, എന്തായാലും 0 ആകത്തില്ല. സോ ഇൻ്റഗ്രൽ 1/t ഇൻ്റഗ്രൽ 0 to t ഐ സ്ക്വയർ dt കാണുന്നു. ഇവിടെ ടിക്ക് പകരം 2π/ω സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നു. അത് കൊടുത്താലും കുഴപ്പമില്ല, ഇല്ലെങ്കിലും 0 to t വെച്ച് നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. ദെൻ ഐ സ്ക്വയർ എന്ന് പറയുന്നത് ω/2π ഇൻ്റഗ്രൽ 0 to 2π/ω I0 സ്ക്വയർ സൈൻ സ്ക്വയർ ωt dt. ഇനി ഇതിനെല്ലാം ഇൻ്റഗ്രേറ്റ് ചെയ്ത് വരുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ എന്താണ്, I0 square/2. അപ്പോൾ എന്താണ്, ഹെൻസ് ദ റൂട്ട് മീൻ സ്ക്വയർ വാല്യൂ ഇസ് ഗിവൺ ബൈ IRMS ഇസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് ഐ, അതായത് ഐ സ്ക്വയറിൻ്റെ ആവറേജ് ആണ്, അതിൻ്റെ സ്ക്വയറാണ് എടുക്കുന്നത്, മീനാണ്. സോ I0/√2 ദാറ്റ് ഈസ് 0.707 I0. സോ റൂട്ട് മീൻ സ്ക്വയർ വാല്യൂ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അകത്ത് തന്നെ എല്ലാം ഉണ്ട്. അതായത് സ്ക്വയർ എടുക്കുന്നു, ആ കറണ്ടിൻ്റെ സ്ക്വയർ എടുക്കുന്നു, എന്നിട്ട് മീൻ എടുക്കുന്നു, അതിനുശേഷം റൂട്ട് എടുക്കുന്നു. അതാണ് സ്ക്വയർ റൂട്ട് ഓഫ് മീൻ ഓഫ് ഐ സ്ക്വയർ ഡ്യൂറിങ് എ കംപ്ലീറ്റ് സൈക്കിൾ. ഇനി റൂട്ട് മീൻ സ്ക്വയർ വാല്യൂ ഓഫ് ആൻ ഓൾട്ടർനേറ്റിംഗ് കറണ്ട് ഈസ് 0.707 ടൈംസ് ഓർ 70.7% ഓഫ് ദി പീക്ക് വാല്യൂ. In a similar way, the RMS value of alternating EMS is given by ERMS is equal to E0/√2. പിന്നെ ഞാൻ ഓൾറെഡി ബാക്കി കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ളതാണ്.